പയറ് പൊട്ടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാലേ പയറ് നോക്കിയേ കണ്ടോ, ഇതൊന്നും മണിയാവാനായിട്ടുള്ളൊരു സമയം പോലും നമ്മുടെ തത്തമ്മകളും അണ്ണാറക്കണ്ണന്മാരും തരുന്നില്ല. കണ്ട, ഇപ്പം മാമ്പഴവും ചക്കയും ഒന്നുമില്ലല്ലോ അവർക്ക് തിന്നാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് മണിയൊന്നും ഇതാവാൻ നിൽക്കണില്ല, അതിന് മുന്നേ പൊട്ടിക്കുക. അല്ല ചേട്ടൻ നേന്ത്രക്കായ തന്നിട്ടുണ്ട്, അതും ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പൊട്ടിക്കാൻ തരുതാ. അങ്ങനെ പൊട്ടിക്കാൻ മാത്രമല്ല ചേട്ടാ. അല്ല വല്ലാണ്ട് ചള്ളൊക്കെ പൊട്ടിച്ചോ? അല്ല, കായ അവിടെ ഇരിക്കുന്നുണ്ട്, നേന്ത്രക്കായ. അല്ല ചേട്ടാ, കായ ഒരു പടല തന്നിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ അല്ലൻ ചേട്ടനെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അല്ലൻ ചേട്ടൻ്റെ തല പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടിരിക്കണം. കാണിച്ചു തരാട്ടാ. മിനിഞ്ഞാന്ന് പറ്റിയതാ. അല്ല ചേട്ടാ, വരാ നമ്മുടെ വീട്ടിലേക്ക്. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം ലോട്ടറി അടിച്ചു എന്നുള്ള സൗണ്ടാണ് നമ്മൾ കേൾക്കണേ. അപ്പോൾ അല്ല ചേട്ടൻ ലോട്ടറി അടിച്ചാ. അപ്പം ലോട്ടറി അടിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ പുറത്തുനിന്ന് കേൾക്കണത്. ഞാൻ അടുക്കളയല്ല, പുറത്ത് അല്ല ചേട്ടൻ സൈഡിൽ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ വരണേ. അപ്പം ചിലവ് വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരുമ്പോൾ തലരുത് ഇവിടെ ഒരു വലിയൊരു ഉണ്ട ഇങ്ങനെ കെട്ട് മറ്റേ ബാൻഡേജ് ഒട്ടിച്ചിട്ടേ ഇവരുടെ വീർത്ത് ഇവിടെയൊക്കെ വീർമതി ഉണ്ടായത്. അപ്പം ഐസ് വെച്ച് ഐസ് ഇങ്ങനെ വെച്ചപ്പോൾ നടക്കാമല്ലോ ചേട്ടൻ. ഈ ലോറിയിൽ നിന്ന് ചാക്ക് ഇറക്കുമ്പോൾ നിരങ്ങിപ്പോയി. എന്നിട്ട് അതിൻ്റെ ഒരു വക്കുമ്പോൾ ചെന്നിട്ട് തല കറക്റ്റ് ഇടിച്ചു. എന്നിട്ട് ചോര ഇങ്ങനെ ചീറ്റിട്ട് അവർ മുണ്ടോണ്ട് കെട്ടി, പണിക്കാരൊക്കെ കൂടി തോർത്തൊക്കെ കെട്ടി. അതൊക്കെ ഇങ്ങനെ കുതിർന്നിട്ട് ചോര നിൽക്കാണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പണിക്കാർ. അപ്പോൾ 3 സ്റ്റിച്ച് ഇട്ടു. തലേമലായ കാരണം കൊണ്ടേ ധരിപ്പിക്കാൻ പറ്റില്ല. അത്ര ധരിപ്പിക്കാണ്ട സ്റ്റിച്ച് ഇട്ടത്. പാവല്ലേ ചേട്ടാ, കുറേ വേദന തന്നു. ഏയ് ചേട്ടൻ മുറിച്ചോ. ഈ വെണ്ടക്കായനെ ഞാൻ വലുതാവാൻ അനുവദിക്കില്ല. വലുതായി കഴിഞ്ഞാൽ ആള് മൂക്കും. ഇന്നലെ പൊട്ടിച്ചേട്ടാ നമ്മള് എല്ലാ ദിവസവും പൊട്ടിക്കും. മണിത്തക്കാളി ഇന്നലെ പൊട്ടിച്ചിട്ട് വീണ്ടും മണിത്തക്കാളി. പിന്നെ ഇത് എന്നിട്ട് പറയാ അടുത്തേക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു ചേട്ടാ. അതെ, എന്തിട്ടാണെന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. ഇതിന് ടേസ്റ്റ് എന്താണ്, മധുരാണോ? ഇത് നമ്മുടെ തക്കാളിയുടെ ഒരു ടേസ്റ്റ് പോലെ ഒരു പുളിയും ചെറിയൊരു പുളിയും, അങ്ങനെ പറയാൻ മാത്രം പുളിയൊന്നുമില്ല ചേട്ടാ. ഒരു കൊല കണ്ട ഇങ്ങനെ ഇതിങ്ങനെ എവിടെയാണ് ഇതേ കണ്ട ഇങ്ങനെ കൊലകളായിട്ട് നിൽക്കും. കണ്ട ഇതാണ് മണിത്തക്കാളി. കണ്ട എൻ്റെ നഖത്തിൻ്റെ കണ്ടില്ലേ 4 കൂടെ ഉള്ള എൻ്റെ നഖത്തിൻ്റെ വലിപ്പം വരില്ല. ഇതേ സരിതര കയ്യിൽ ഇങ്ങനെ ഇത് ഒരാൾ എഴുതിയിട്ടുണ്ട്. കുടൽപ്പുണ്ണിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇല ഇല്ലേ, ഇല തോരൻ വെക്കുന്നു. അത് നമ്മൾ അന്ന് കുമാരേച്ചി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇല തോരൻ വെക്കുന്നു. ഇതിന്റെ തൈ മണ്ണുത്തിരി കിട്ടൂട്ടാ. പിന്നെ കുറെ പേര് ഇതിന്റെ വിത്ത് ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരണവർക്കൊക്കെ തരാം. ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഒരെണ്ണത്തിന്റെ ഉള്ളിൽ തന്നെ കുറെ ഉണ്ട്. ഇത് വെറുതെ തിന്നാൻ. പയർ പൊട്ടിച്ച് പയറൊക്കെ അണ്ണാറക്കണ്ണന്മാരും തിന്നാ. ഒന്നും ആയിട്ടില്ല, കണ്ട മണി ആയിട്ടില്ല. എന്നിട്ട് വേറെ മുഴുവൻ പിരിപിരിപിരിന്നെ പൊടിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നോ? അതെ. ആ പല്ല ചേട്ടൻ തന്നെ പറയും എന്താണ് സംഭവിച്ചതെന്ന്. അയ്യോ ഇത് ഇവിടെ നീരുണ്ടല്ലോ ഇപ്പോഴും. അവിടെയൊക്കെ നീരുണ്ട്. നീരുണ്ട്. കണ്ടാ കണ്ണിന്റെ മണ്ടയം ഇങ്ങനെ വീർത്തു. ഇല്ല അവിടെ ഇല്ല, അവിടെ ഇല്ല, ഇവിടെ. എന്തുട്ടുണ്ടായെന്ന് പറഞ്ഞേ? അത് പണി സ്പീഡ് വർക്കല്ലേ. പണിയുമ്പോ ലോറിന്ന് ഇറങ്ങുമ്പോ നരക്കി വന്ന് ചുമരുമ ഇടിച്ചു. ഗോഡൗണിൻ്റെ എഡ്ജിൽ ഇടിച്ചു. അപ്പോൾ ഇടിച്ച വഴിക്ക് ഇതൊന്ന് പൊളിഞ്ഞു. പിന്നെ പിന്നെ പറയണ്ടല്ലോ, ചോര കുറവ് വരും. പിന്നെ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കല്ലേ, ശരീരം ചൂടായിട്ട് നിൽക്കല്ലേ, അപ്പോ ചോര ഒഴുകലൊന്നുകൂടി കൂടും. അത് കഴിഞ്ഞ് തോർത്തോണ്ടങ്ങി കെട്ടി ജില്ലാശുപത്രിയിലെ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ വന്നിട്ട് സ്റ്റിച്ചിട്ടു. 3 സ്റ്റിച്ചിട്ടു. എന്നാ സ്റ്റിച്ച് എടുക്കണ്ടേ? ഇനി ഇപ്പോൾ ഒന്ന് ഞായറാഴ്ച വ്യാഴാഴ്ച. അപ്പോൾ പണിയെടുക്കലേ കൂടുതലായിട്ട് ദൈവം പറയാണ് ഇത്തിരി സമയമൊന്നും പണിയെടുക്കാണ്ടിരിക്കാല്ലേ ചേട്ടാ. കളയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലേ? ഈ തലേം ഇതും വെച്ചിട്ട് കുമ്പിട്ടെന്ന് കളച്ചെന്താവും? വേദന കൂടും. ഇപ്പോഴും ഗുളിക കഴിക്കണ്ട വേദന? വേദന എന്തൊന്നും അറിയില്ല. ഡോക്ടർ 3 തരം ഗുളിക തന്നുണ്ട്. കാലത്ത് വൈകുന്നേരം മാത്രമല്ലോ. ഇപ്പൊ വിങ്ങല് പോയാ? വിങ്ങലൊന്നും ഇല്ല. ഇപ്പൊ വീർമത പോണല്ലേ.
അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ തുന്നലോട്ടം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നരാടം ഡ്രസ് ചെയ്യാനും ഞാനിപ്പോ ഡ്രസ് ചെയ്തു എന്നുള്ളോ. അതാണ് വരുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ അല്ല ചേട്ടൻ്റെ വിശേഷം. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറികൾ കിട്ടുന്നുണ്ട് എനിക്ക്. ലോട്ടറി അടിച്ചു കൊണ്ടാണ് അങ്ങോട്ട് വന്നേ. നാളൊരു പാമ്പ് കടിച്ചത് പിന്നെ നീർക്കോലിയിട്ട് അതങ്ങനെ രക്ഷപ്പെട്ടു പോയി. 2 കൊല്ലം മുന്നേ ഒരു പരിക്ക് പറ്റി. അത് മറ്റേ ബൈക്കുമ്പന്ന് കയ്യമ്മ അതിന് മുന്നേ മുട്ടില് ബാക്കി പൊട്ടിക്കട്ടെട്ടാ. അല്ല ചേട്ടൻ ജഗ്ഗുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി ദോശ കൊടുക്കാനേ. അവിടെ ദോശ ഉണ്ടാക്കണ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കണ ദിവസം ഇവനങ്ങോട്ട് വിളിക്കും. ഇവനത് ഭയങ്കര ഇഷ്ടമാണെന്ന് അവർക്കറിയാം. നമ്മൾ ആ ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടില്ലേ, തക്കാളി അണലി പാമ്പ് വന്ന് കടിക്കണത്? അത് ഫേക്കാണ് ഇത്ര. അത് ഫേക്കായാലും അത് എന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്നിട്ട് വിചാരിച്ചാൽ ചേട്ടന് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ വരണമൊന്നും കുറേ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നറിയാം. ഞാൻ എന്നിട്ട് വിചാരിച്ചാൽ അത് കണ്ടിട്ടെങ്കിലും ഈ പൊട്ടിച്ച് നേരെ തിന്നണ പരിപാടി നിർത്തുമല്ലോ. അതാ. പക്ഷെ അതേറ്റു. അത് കണ്ടപ്പോൾ ചേട്ടൻ ഭയങ്കര പേടിയായി. ആ വീഡിയോ കണ്ടപ്പോൾ അയ്യോ ഞാൻ ഇനി ഒന്നും തിന്നില്ല. അപ്പോഴാണ് നിറച്ച് കമൻസ് അത് ശരിക്കുള്ളതല്ല. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ ഇതിന് ചേട്ടൻ വായിച്ചിട്ട് ഇത് ഫേക്കാണ്, ഇനി വീണ്ടും ഇത് പൊട്ടിച്ച് നേരെ തിന്നല് തുടങ്ങാവോന്ന്. ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ആ പരിപാടി ചേട്ടൻ നിർത്തണമെന്ന്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ പഴയ ടി വി ഞങ്ങൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോന്ന് 20,000 രൂപ വേണമെന്ന് നന്നാക്കാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ അതവിടെ വെച്ച് വേറെ ടി വി വാങ്ങിച്ചത്. അപ്പോൾ ആ ടി വി ഇവിടെ ഇരിക്കണത് ഇപ്പോഴും ഇവിടെ ഉണ്ടോ അതോ വല്ലവരും വന്ന് കൊണ്ടുപോയോ എന്നൊക്കെ ചോദിച്ചിട്ട് എറണാകുളത്തുനിന്ന് നമ്മുടെ എവിടെയാണ് കടവന്ത്ര അവിടെ നിന്ന് ലീന എന്ന് പറഞ്ഞ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ചേട്ടനും പിന്നെ ആ ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിലേക്ക് വന്നിട്ട് അവർ ഇത് കൊണ്ടുപോയി. ഈ മണിത്തക്കാളിയില്ലേ അത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തരൂട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ അതെ, ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പുണ്ട്. അതെ, ഇന്നേ സെപ്റ്റംബർ 30 എൻ്റെ 55ാമത്തെ പിറന്നാളാണ് കേട്ടോ. പിറന്നാളിൻ്റെ വയസ്സ് പറയാൻ പാടില്ല. കുഴപ്പമൊന്നുമില്ല. അതായത് എനിക്ക് 3 പിറന്നാളാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ. ഒന്നാമത് കന്നിമാസത്തിലെ കാർത്തിക നാട്, അത് കഴിഞ്ഞു പോയി. അത് 22 കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. പക്ഷേ ഇന്ന് സെപ്റ്റംബർ 30 ശരിക്കും 1869 ഗാന്ധിജി ജനിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. 1969 സെപ്റ്റംബർ 30 രാവിലെ 7:35 ഒക്ടോബർ 2-ാം തീയതിക്ക് ഗാന്ധി ജനിച്ച് കറക്റ്റ് 100. അമ്മയ്ക്കൊന്നും പിടിച്ചു കയറുന്നില്ലേ? അതിന് സാധാരണ പ്രസവമല്ലായിരുന്നേ. സിസേറിനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അമ്പ്രാള് വന്നിട്ട് പ്രസവം എടുക്കല ചെയ്ത പാളയിൽ നമ്മളെടുത്തത്. അത് അപ്പോൾ 2 പിറന്നാളായില്ലേ. പിന്നെ 3ാമത്തെ പിറന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സ്കൂളിൽ കൊണ്ടുപോയ അന്നത്തെ ദിവസം എന്നാണ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയത്, അതാണ് സ്കൂളുകാർക്ക് എൻ്റെ ഈ സ്കൂൾ രജിസ്റ്ററിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത്. 5/12 ഡേറ്റ് മാത്രം 5/12/1969. അപ്പോൾ ആ ഡിസംബർ മാസത്തിലാണ് അപ്പോൾ ആ പിറന്നാൾ വരുന്നത്. അങ്ങനെ 3 പിറന്നാളാണ് എനിക്ക് ആഘോഷിക്കുന്നത്. ഇന്നത്തെ ദിവസമാണ് ഒരു മൂന്നാമത്തെ ആണ് ഒഫീഷ്യലായിട്ട് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ പിറന്നാൾ സമ്മാനമായിട്ട് എനിക്ക് മുടക്കമില്ല കുറച്ച് വർഷങ്ങളായിട്ട് രോഹിത് ശങ്കർ നമുക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും അത് മുടക്കിയില്ല. ആളുടെ ഗിഫ്റ്റ് വന്നു. ഡിയർ അജുവേട്ടൻ, ഹാർദവമായ 55ാം ജന്മദിനാശംസകൾ. നിങ്ങൾ 2 പേർക്കും ഉപയോഗിക്കാവുന്ന 3 ഐറ്റംസ് ഇതോടൊപ്പം അയക്കുന്നുണ്ട്. സ്നേഹപൂർവ്വം രോഹിത്. ഐറ്റംസ് എന്തൊക്കെയാന്ന് കാണിച്ചു തരാട്ടാ. അപ്പോൾ നമുക്ക് അയച്ചിട്ടുള്ള ഗിഫ്റ്റ് കാണിച്ചു തരാട്ടാ. പിറന്നാളിൻ്റെ എന്തെങ്കിലും പോയിട്ടൊന്ന് അടിച്ച് നനച്ച് കുളിച്ച് വരും മനുഷ്യാന്ന് പറഞ്ഞിട്ട് തോർത്തുകൊണ്ടാണ് അയച്ചിട്ടുള്ളത്. അടിപൊളി തോർത്ത്. അതേന്ന് നോക്കി ചേട്ടാ, എനിക്കാണെങ്കിൽ അത് പുതപ്പായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു. അത്രയ്ക്കും വലിപ്പമുള്ള തോർത്തതുകൊണ്ട്. ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ തോർത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കേരള തോർത്ത്. കൽപ്പറ്റ, ഇടുക്കി, കൊണ്ടോട്ടി, പാലക്കാട്, ബാക്കിലൊക്കെ ഒരു ഫ്ലക്സ് ഇത് വെക്കില്ലേ ഓരോ പരിപാടികൾ. നിലമ്പൂർ, മൂന്നാർ, കാലിക്കറ്റ്, കേരള, അങ്ങനത്തെ ഒരു ഇത് എന്തിട്ടത് കുറെ സ്ഥലങ്ങളുടെ പേര് എഴുതിച്ചാണ്. അത് കേരളത്തിനെ മൊത്തത്തില് പ്രതികരിക്കുന്നത് എന്തിട്ടാണ്? കേരള ടവൽ. കേരള ടവൽ എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ടാണ് അത് കേരളത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാം. അല്ലാത്തവർ ഉപയോഗിച്ചാൽ അല്ലാത്തവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞത് കേരളത്തിലത്തെ ടവലാന്ന് അല്ലാത്തവർ പറയും. തമിഴ്നാട്ടിലുള്ള ഉപയോഗിച്ചത് കേരളത്തിൽ അവർക്ക് അത്ര വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ.
അതെ ഇത് വേറെ കളറാന്ന് മാത്രം. ഇതിൽ എറണാകുളം ഉണ്ട്, കൊച്ചിന്ന് വലുതായിട്ട് എഴുതിണ്ട് കേട്ടാ, കൊച്ചി. അപ്പോൾ ഇതാണ് കൊച്ചി അല്ല, അതില് കേരള, അതിലും കേരളം ഉണ്ട്, കേരള കാലിക്കറ്റ്. അപ്പൊ രണ്ട് തോർത്ത്. പിന്നെ മിഠായി ഇതിന് ഞങ്ങൾ കുറച്ച് കഴിച്ചു കേട്ടാ. എനിക്ക് ഷുഗർ ഉണ്ടോന്ന് പേടിച്ചിട്ട് അതുകൊണ്ട് 0 ഷുഗർ കാജു കട്ട്ലി. അപ്പൊ എനിക്ക് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഞാൻ ധൈര്യമായിട്ട് കഴിക്കും. ഞാൻ മധുരമുള്ള സാധനം കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും മുന്നേ വെച്ചിട്ട് ഞാൻ കഴിക്കുകയാണ് ചേട്ടാ. പിന്നെ MTയുടെ തിരഞ്ഞെടുത്ത കഥകൾ ഇതാണ് നമുക്ക് രോഹിത് അയച്ചിരിക്കുന്നത്. വലിയ പുസ്തകമാണ് കേട്ടാ, നല്ല കനുള്ള പുസ്തകം. അയ്യോ മിഥുനൊരു പീസ്. ഇന്ന് നമ്മുടെ ക്യാമറാമാൻ നിതിനല്ല, മിഥുനാണ്. മിഥുനെ പിന്നെ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല, മിഥുൻ കണ്ടിട്ടുണ്ടാവും കേട്ടാ. മിഥുൻ നമ്മുടെ പ്രശ്നമൊന്നുമില്ല ക്യാമറ മുന്നിൽ വരാനായിട്ട്. മിഥുൻ നമ്മുടെ ഈ മറ്റേ കുക്കുടൻ ഫണ്ട് ചാനലിന്റെ പേര് RC മച്ചാൻ. അത് വിമാനമൊക്കെ മുകളിലേക്ക് പറപ്പിക്കുന്നില്ലേ, ഡ്രോൺ വിമാനം, RC വിമാനങ്ങള്, അത് പറപ്പിക്കുന്നതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടാ കൊടുക്ക്. അപ്പൊ മിഥുന്റെ ചാനൽ നിങ്ങൾ നോക്കിക്കോട്ടാ, വെറുതെ നോക്കുന്നു, ഓടിച്ചു നോക്ക്. ഞങ്ങളുടെ ചാനലിൽ ലിങ്ക് ഇതിലിട്ട് തരാം. അപ്പൊ നിതിൻ ക്യാമറമാനല്ല, ശരിക്കും ക്യാമറ ചെയ്യുന്ന അവന് എഡിറ്റിംഗ് ആണ് അവന്റെ മേഖല. അപ്പൊ അവന് ഷോർട്ട് ഫിലിംസും അങ്ങനെ ഓരോന്നൊക്കെ എഡിറ്റിംഗ് വേറെ വർക്ക് വരും. അപ്പൊ ആളതിന് പോകും, അങ്ങനെ പോയിരിക്കുകയാണ് അവൻ. അപ്പൊ ആ 2-3 ദിവസം അവൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഒഴിവിലേക്കാണ് നമ്മുടെ പക്ഷെ ഞാൻ ഇവനെ കൊണ്ടൊക്കെ ഇത് പിടിപ്പിക്കുകയാണ്. അപ്പൊ അതെ. അപ്പൊ ഇനി നമ്മള് അടുത്ത പരിപാടിക്ക് കിടക്കാൻ പോകണം. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പണിയിലായിരുന്നു. കാലത്തോട്ട് തന്നെ അവിടെ പറമ്പിലേക്ക് കളയായിരുന്നു. പിറന്നാളായാലും അതിന് മുടക്കൊന്നുമില്ല. ഒന്നുമില്ല. ഇന്നലെ ആണെങ്കിൽ അതോലക്കാരൻ, ഇന്നലെ നാടൻ കാട്ടുകുതിര റിഹേഴ്സൽ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്നാണ് അവർ എൻ്റെ പിറന്നാളാണെന്ന് അറിയണത് തന്നെ. അപ്പോൾ അവർ പറഞ്ഞു ഇന്നലെങ്കിലും പറയാമായിരുന്നില്ല ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർ ചിലവ് ചെയ്യുമായിരുന്നു, കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നിന്നിട്ട് ചെയ്യാൻ പോണെന്നറിയോ, നമ്മളിവിടെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പണിയൊക്കെയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കറികൾ കൊണ്ടുവരും, ഞങ്ങളിവിടെ ചോറ് മാത്രം വെച്ചാൽ മതി, അങ്ങനെയാണ്. അപ്പോൾ ജയന്തി ചേച്ചി സൂപ്പർ കുക്കാണ് കേട്ടോ. ചേച്ചിക്ക് കുറേ പേർക്ക് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഞങ്ങളോട് അനുവാദമൊക്കെ ചോദിച്ചു. ഒരു 10 പേർക്ക് വെച്ചിട്ട് ദിവസവും ജോലിക്കാർക്ക് ഉച്ചക്കിലേക്കുള്ള ലഞ്ച് ബോക്സ് ഇല്ലേ, അതിങ്ങനെ ബാച്ചിലേഴ്സൊക്കെ ഉള്ളവർ, അങ്ങനെ അവർക്ക് ഉച്ചയ്ക്ക് നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കണവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ഞങ്ങളോടൊക്കെ ചോദിച്ചു അനുവാദം. അപ്പം ഞങ്ങൾ പറയും ഇപ്പം തന്നെ ഒരു ജോലിയുണ്ട്, ബാങ്ക് മാനേജറാണ്, നല്ല ടെൻഷനുള്ള ജോലി. അത് കഴിഞ്ഞിട്ടുള്ള സമയം നാടകാഭിനയം. ഇനി ഇതിൻ്റെ ഇടയിൽ ചേച്ചിന് വേറൊന്നും തലയിലെടുത്തേക്കാൻ നിൽക്കണ്ട, ബാങ്കിൽ നിന്ന് റിട്ടയർ ആവില്ലേ, അപ്പോൾ എത്ര പേർക്കാണെന്ന് വെച്ച് കൊടുത്തു എന്നിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിയേക്കാണ് ആളെ. അപ്പോൾ ആളപ്പോൾ ഫുഡ് ഇന്നലെ ഉണ്ടാക്കി കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും പിന്നെ ഒരു എലിശ്ശേരി, മത്തങ്ങയും കപ്പയുടെയും എലിശ്ശേരി. അപ്പോൾ അതപ്പം തന്നെ കഴിഞ്ഞു. വലിയൊരു പാത്രം നിറച്ചുണ്ടാക്കി കൊണ്ടു എല്ലാവരും. അത് ശരിക്കും ചക്കലിശ്ശേരി കഴിക്കണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരിയ മധുരം, മത്തങ്ങയുടെ ഒരു മധുരം കൂടി വന്നപ്പോഴേ. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട വിധമൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ വീട്ടിലാണെങ്കിൽ മത്തങ്ങ ഉണ്ടായി നിൽക്കുന്നു, അല്ല ചേട്ടൻ്റെ വീട്ടിൽ കൊള്ളി ഉണ്ടായി നിൽക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് ഉണ്ടാക്കിക്കൂടാ? മത്തങ്ങ പടർന്ന് പന്തലിച്ച് കിടക്കാണ് കണ്ടാ. ഇവിടെ മത്തങ്ങ നോക്കിയേ, ഈ മത്തങ്ങ ഉണ്ടാവല് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇവിടെ മത്തങ്ങ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനെ പൊട്ടിക്കില്ല, അവിടെ വലിയ മത്തങ്ങ. അപ്പൊ മത്തങ്ങ ഹണ്ടിന് ഇറങ്ങാണ് ചേട്ടൻ. അല്ലല്ല, ഈ മത്തങ്ങ നോക്കിയത് പഴുത്ത് തിന്നാ നമുക്ക്. ചെറിയേട്ടൻ തിന്നില്ല, ഇത് കണ്ട നല്ല കളറായില്ലേ കണ്ട. അപ്പൊ ഇതിനെ പൊട്ടിക്കുക, അത് പൊട്ടിച്ചാൽ മതി. ഇത് എനിക്ക് നമുക്ക് കേക്ക് പോലെ തന്നെ നമുക്ക് പണി സ്ഥലത്ത് അവിടെ ഈ കായ്ക്കോട്ട് കളിക്കുമ്പോൾ എനിക്ക് കേക്ക് പോലെ തന്നെ മുറിച്ചു ചെറിയേട്ടൻ തിന്നില്ല, വെറുതെ മത്തങ്ങ തിന്നാ അങ്ങനെ തിന്നാം. ഇത് മുറിക്കാം, ഈ മത്തങ്ങ മുറിക്കാം. പിന്നെ വേറെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ, കൊറേ ഉണ്ട്. പൊട്ടിക്കിട്ടേ കത്തി വേണ നോക്കിയാ എൻ്റെ കൈ കൊണ്ട് പൊട്ടിക്കാം. പൊട്ടിച്ചു. അങ്ങനെ നോക്കിയേ എന്ത് രസാ, പൊടിച്ചു. അപ്പം മത്തങ്ങയായി. ഇനി കൊള്ളി പറിക്കാൻ അല്ലാണ്ട് അവിടേക്ക് പോകണം.
അല്ല ചേട്ടനെ പിന്നെ കാണിച്ചു തന്നൂല്ലോ നമ്മള് തലയിൽ മുറിവ് പറ്റിയിരിക്കുകയാണ് ആള്. അപ്പോൾ ഇന്നും ആള് പണിക്ക് പോയിട്ടില്ല. സ്റ്റിച്ച് എടുത്തിട്ടപ്പോൾ ഇത് തുടങ്ങുള്ളൂ. കൈ ഇങ്ങോട്ട് നീട്ടാ. പിറന്നാൾ സമ്മാനം ചേട്ടൻ്റെ അല്ല പിറന്നാള്. അങ്ങോട്ടാ നീ കൊള്ളി പറിച്ച് കൊണ്ടിട്ട് നിൻ്റെ കയ്യിൽ തരാം. അല്ല ശരി, അപ്പം നമുക്ക് കൊള്ളി പറിക്കാം. സരിത ഇവിടെ ബാക്കിയുള്ള സാധനം സെറ്റ് ആക്കട്ടെ. അല്ല ഏട്ടാ ഇവിടെ ഉണ്ട് കോഴികളെ പരിപാലിക്കോ ചേച്ചിയാണല്ലേ എണ്ണ ഇവിടെ ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ ചെണ്ടുമല്ലിയൊക്കെ നോക്കിയാൽ നിറയെ പൂക്കളാണ് ഇവിടെ. കണ്ട കൊള്ളി ഏത് കൊള്ളി പറിക്കണ്ടേ? ഇത് വലിക്കല്ലേ? വേണ്ട അല്ലേട്ടൻ മരിക്കണ്ട. ഞാൻ ഈ നെറ്റുമേ ബലം കൊടുക്കണ്ട. ഇന്നലെ ആ എനിക്ക് അധികമൊന്നും വേണ്ട, അത് മതി. ഇഷ്ടം പോലെ. അതേ ഇത് മതി, ഈ ഒരു കഷ്ണം മതി. ചെറുതുള്ളോട്ടാ അത് മതിയാ. ഇതാ ഇത് എനിക്ക് മാത്രമുള്ള, എനിക്ക് തയ്യില്ലിത്. അതിലുണ്ട്. ഉണ്ട് അത് നല്ല കാനുള്ളല്ലോ. വെട്ടൊത്തിരിക്കേണ്ട ആവശ്യമില്ല, കുടഞ്ഞപ്പോഴേക്കും വീണു. ഇവൻ്റെ സൈസ് നോക്കിയേ, ഒരു ജാതി ഗുണ്ടല്ലേ ഇതെല്ലാം. അപ്പോൾ ഇത് മതി. ഇവൻ്റെ ആരോഗ്യം നോക്കിയ സരിത. ഒരു കടയിലത്തെ ഇത് മുഴുവൻ? ഇതൊരു കടയിലത്തെ, അതൊരെണ്ണത്തിലത്തെ. അത് മാത്രം ഒരെണ്ണം മതിയായിരുന്നു. അല്ല അത് വളരെ ചെറുതല്ലേ. ഇതാണോ ആദ്യം വലിച്ചപ്പോ? അത് വലിച്ചത് ആദ്യം. അപ്പം ഇതിപ്പോൾ എന്തൊരു കൂട്ടാൻ നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നാനായിട്ട് എനിക്ക് പിറന്നാൾ ദിനത്തിൽ എനിക്ക് തികഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പരാതി പാടില്ല. പിറന്നാളായിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കൂ സരിതേ അജുവിന് പറയും. ആൾക്കാർ ഇന്ന് സരിത പറഞ്ഞു കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പണിയൊന്നും എടുക്കണ്ട, ഇവിടെ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടും കൂടി കാലത്ത് ഈ പറഞ്ഞില്ലേ നീ എത്രയ്ക്ക് വേണം വണ്ടന? ഇത് മൊത്തം എടുക്കണ, എന്നിട്ട് ഈ മത്തങ്ങി മുഴുവൻ എടുക്കണ. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന പാത്രം തികയില്ല. മത്തങ്ങ പകുതി എടുത്താൽ മതി. ഇതെന്തിനാണ്? അപ്പൊ ഇതേ ചേട്ടൻ തന്നെയാണല്ലോ തൊലി കളയണേ. അല്ല ഞാൻ തൊലി കളഞ്ഞ കൈ അല്ല. അയ്യോ എന്തേ? അല്ല തൊലി കളഞ്ഞ തരാൻ ചിട്ടാണ്. കഴുകിയിട്ട് ചെളി ശരിക്കും കളഞ്ഞിട്ടില്ലെങ്കിൽ അതും ആ വെള്ള കൊള്ളി. അല്ല പരമാവധി അല്ല ഈ ഇതിലത്തെ ചെളി കളഞ്ഞു. പിറന്നാളായിട്ട് എന്തിട്ടാ പറഞ്ഞു ചേട്ടൻ? എന്നോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. ഈ കാലത്ത് അവിടെ വന്നിട്ട് ഇപ്പോൾ പണിയെടുക്കണ്ടെന്ന്. ചേട്ടൻ ഇപ്പോൾ പകലിൽ നിന്ന് നടന്ന് സ്വപ്നം കാണണ്ട. ചേട്ടൻ്റെ ആഗ്രഹം പറയൂ, ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ? പണിയെടുക്കലൊക്കെ എൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഒരു പറഞ്ഞിട്ടൊന്നുമല്ല. ഇഷ്ടമാണെങ്കിൽ പണിയെടുത്താൽ മതി. ഈ പറഞ്ഞാൽ മതി. അപ്പോൾ അത് മത്തങ്ങ എന്തോരം എടുക്കണം? മത്തങ്ങ അതും ഒരേ അളവിലെടുക്കാം. അതിൻ്റെ മത്തങ്ങ 4 നിർത്താൽ മതി. വലിയ മത്തങ്ങയല്ലേ? ഇത് ഒരു കഷ്ണം തിന്നോട്ടെ. അവരത് കഴുകു കത്തി കത്തി ഒന്ന് കഴുകു. എന്നാ പിടിച്ചേ. അല്ല ഇനി കൊല്ലി വേണമെങ്കിൽ എടുക്കാട്ടാ. എന്താ വേണമെങ്കിൽ എടുക്കാം. ഒരു പീസ് കൂടി എടുക്കേണ്ടി വരുന്നതുകൊണ്ട്. നല്ലതാ, നല്ല കൊള്ളിയാന്ന് തോന്നുന്നുണ്ട്. അപ്പം അതും ഒറ്റ തിളക്കി വേവും ചിലപ്പോൾ. ഇത് നമ്മൾ വാങ്ങിക്കണം മത്തങ്ങയും കൊള്ളിക്കുകയാണെങ്കിൽ എന്തൊരു ചെയ്യേണ്ടതെന്ന് അറിയോ? വിസിലടിപ്പിക്കണം കേട്ടോ കുക്കറിൽ. ജയന്തേച്ചി അങ്ങനെയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിലത്തെ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കൊള്ളി വെന്തതിന് ശേഷം മത്തങ്ങ, കാരണം കിളുന്ത് മത്തങ്ങയല്ലേ. ചേട്ടൻ എന്നിട്ട് ചെയ്യാൻ പോണേ? എനിക്ക് വേറെ പണിയിട്ടില്ല, ഞാൻ വെറുതെ വലിയ കത്തി മറ്റേ കത്തി കിടന്നിട്ട് കുഞ്ഞു കത്തി. ഇത് കൈ മുറിയും. നോക്കിയാക്കില്ലേ കൈ മുറിയും. നല്ല രസം ചേട്ടാ ഇത് കഴിക്കാനായിട്ട്. ചോറുന്നുണ്ട്, അതിന് പകരം ഇത് കഴിക്കാം. കത്തിന്ന് ഒരു കഷ്ണം തരാം. അത് മത്തങ്ങ വേണമെങ്കിൽ മുറിച്ചോ? മത്തങ്ങ മുറിക്കാം. മത്തങ്ങ അങ്ങനെ നമ്മൾ മുറിക്കാൻ പോകുകയാണ്. ഞാൻ മുറിച്ചു തരണേ? എന്ത് കഷ്ടാന്ന് നോക്ക്, ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലാന്ന്. എന്നാ ശരി, നീ ചെയ്താ. എന്നിട്ട് അയ്യോ ഇത് ഭയങ്കര ചള്ള ചേട്ടാ. അതങ്ങനെയാണ്. ഉള്ളില് ശരി തിന്നോ. ഈ സാധനം ചെറിയേട്ടൻ തിന്നണ്ടില്ലേ? കണ്ടുണ്ട്. ഇതിന്റെ തൊലി കളയണ്ടല്ലോ. തൊലി കളയണ്ടിട്ടേ? അയ്യോ ശരിയല്ല തൊലി കളയാലേ.
അല്ല കുരുവാണ് കുഴപ്പം. ആയി നല്ല പിശും പിശും തന്നെ ഇരിക്കുന്നത്. നിറയെ കുരുവല്ലോ ഇതില്. ഒരു രസമില്ലല്ലോ. ഇത് രസമല്ലേ എന്നാ എനിക്ക് തോന്നുന്നതാ. നീ കഴിച്ചു നോക്കിയാളാ, ഞാൻ വെറുതെ പറയാണോ. അതിന് കടിക്കുന്നത് മുഴുവൻ കുരുമില്ല. വായ ഇങ്ങനെ തുറക്കുക, വായിലേക്ക് ഇങ്ങനെ ഇടുക, കടിക്കുക, ഇറക്കുക. ഏയ് മത്തങ്ങ ഒരു ചവറ് സാധനം. ഇതിപ്പോ ജഗ്ഗുനേക്കാൾ വലുതായാലും ടേസ്റ്റ് പറയല്. ജഗ്ഗു ഉപ്പുണ്ടെങ്കിൽ പറയും ഭയങ്കര പുളി, പുളി കൂടിയാ പറയും ഭയങ്കര കയ്പ്പ്. അങ്ങനെയൊക്കെ ഇതിന്റെ തൊലി നോക്കിയേ, പഴം പോലെ പോണത് കേട്ടാ. നോക്കിയേ എന്ത് സ്മൂത്ത് ആയിട്ട് പോണ നോക്കിയേ. അതെ, കൊള്ളി ഒന്ന് വേവാറാവുമ്പോ മത്തങ്ങ ഇട്ടാ മതി ചേട്ടാ. അല്ലെങ്കിൽ മത്തങ്ങ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതന്നെ നിസ്പ്രേര പരസ്യം പോലെയാവും. ഇത് വെറുതെ ഒന്ന് കഴുകുന്നു. ഇത് നമുക്കിത് ആദ്യം ഒന്നിത്തിരി അധികം വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ചിട്ട് വെള്ളം കളയാം. ഇത് ഊറ്റിയെടുത്തിട്ട് പിന്നെ മത്തങ്ങ കൂടി ഇട്ടിട്ട് വേവിക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുടിൽ ഓട് മേയുക, പിന്നെ പുകയില്ലാത്ത അടുപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ ചേട്ടാ. ഉപ്പ് കുറച്ചിടുന്നുണ്ട് കേട്ടാ, പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പിടാം. മത്തങ്ങതേ ഇങ്ങനെ കഷ്ണങ്ങളാക്കണു കേട്ടാ, ഇത്ര ചെറുതാക്കൊന്നും വേണ്ടല്ലേ. ആ എന്നാ ശരി. മത്തങ്ങ ശരിക്കും ആവണുള്ളൂ കേട്ടാ, കാമ്പ് ആവണുള്ളൂ കണ്ട. അല്ല അത് നമ്മുടെ വീട്ടിലുണ്ടാവണം മത്തങ്ങ ഇങ്ങനെ നോക്കിയത് തിന്നാൻ. അങ്ങനെയാണ് ഞാൻ പഴുത്തത് പൊട്ടിച്ചു തിന്നെ. എന്ത് രസം ഇത്. രണ്ട് രസമാണ് ഇതാ. ഇത് നോക്കിയേ അതിന്റെ ടേസ്റ്റ്. ഒരു ടേസ്റ്റും ഇല്ല. ഇല്ല. നിന്റെ പുളിയാ മധുരാ ആ ഒന്നുമില്ല. ഇപ്പോൾ വയറ് നല്ലതായിരിക്കുമല്ലോ. വയറ് നല്ല കനത്ത വെയില്, ഇന്നത്തെ ചൂട് ഒരു 33 ഡിഗ്രി ഉണ്ടാവില്ല തരുതേ. എന്താ പായസല്ലത്. ഞാനിതിൽ തൈരില് ഉപ്പിട്ട് കൊണ്ടുവന്നതാ. തൈരിലേ 33 ഡിഗ്രി. എന്റെ അമ്മേ കൃത്യമായിട്ട് പറയണേ. എനിക്കറിയില്ല. ഭയങ്കര കഴിവല്ലേ. അത് തിളച്ചു കണ്ട. അത് കുടിക്കാനായിട്ടേ ഉപ്പിലിട്ട് നോക്കിയാ നല്ല കട്ടി തൈര് ഇവിടെ ഉണ്ടാക്കിയതാ. ആഹാ എന്നറിയ. നീ ഒരു വായിച്ച് കഴിച്ചു വേണമെങ്കിൽ കഴിച്ചോ. ഞാൻ മുഴുവൻ കഴിക്കും. കഴിച്ചോ മതി. ഉച്ച നേരത്തെ നല്ല രസമാണ്. ഇതെന്ത് തുടങ്ങിയില്ലേ. ഇത്രയ്ക്ക് മതിയാ. ഇനി മത്തങ്ങ ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതിയാ. കാലുമ്പിലൊക്കെ കളയണു, മേല് കളയാണ്ട് കഴിച്ചു ചേട്ടൻ. മത്തങ്ങ നമ്മൾ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മിനിറ്റ് ഇത് ഇറക്കാം അല്ലേ. തീ കെടുത്തിട്ടില്ല ചേട്ടാ, തീ കുറച്ചു. മത്തങ്ങ വെച്ചു. വലിയ പാചക സംഭവം ഒന്നുമല്ല കേട്ടാ. ആള് വെച്ചപ്പോ ഒരു ടേസ്റ്റ്. കുക്കറിൽ വിസിലടിപ്പിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടയുമല്ലോ. ജയന്തി ചേച്ചിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ മത്തങ്ങയും കപ്പയും എലിശ്ശേരി. അപ്പം ആളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ പോകുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ര ഒപ്പമുള്ളവർക്ക്. അപ്പം ഇതെന്തിനാ ഈ ചേച്ചി ഇത് എപ്പോഴെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ജയന്തി ചേച്ചി പറയുന്നു ഗിരീഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഗിരീഷേട്ടന് ഇത് ഇഷ്ടമല്ലാത്ര, ജയന്തി ചേച്ചിക്കാണ് ഇഷ്ടമെന്ന്. വെള്ളം എടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ പരിപാടി ഇത് കൂട്ടി വേവിക്കുക വേണ്ട അല്ലേ. മത്തങ്ങയ്ക്ക് ഉപ്പിട്ടുണ്ടായിരുന്ന ഇല്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കേട്ടാ. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പായിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിലേക്കുള്ള ഒരു ഇച്ചിരി കൂടി ഉപ്പിടാം. ഉപ്പ് ഒഴിച്ചിട്ട് വെള്ളം മത്തങ്ങ കൊള്ളി നമ്മുടെ വീട്ടിലെത്താട്ടാ. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇതിന് ഇനി വേവിക്കാൻ പോവാ ശരിക്ക്. ഇനി ഇതിലേക്ക് നാളികേരം ചതച്ച് ചേർക്കണം. നമ്മൾ ആ വീലിലേക്കൊക്കെ ചേർക്കണ പോലെ അധികം തീ അരയരുത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 2-3 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്,
പിന്നെ വേണ്ടതാണ് മുളക്, പച്ചമുളക്. അതേ ചേട്ടൻ പൊട്ടിക്കണ്ട അവിടെ. ഇവിടെ കാന്താരി മുളകാണ് പൊട്ടിക്കുന്നത് കേട്ടോ. കാന്താരിയൊക്കെ അതേ പഴുത്തു. കാന്താരി മുളകേ ഇത് പഴുക്കാൻ നിർക്കരുത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൃഷി ഓഫീസർ വന്നേക്കണു. അജുവിന്റെ കൃഷി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നേക്കും. ആള് നിറയെ ഫോട്ടോ എടുത്ത് പോയി. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പശു ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടല്ലോ നമുക്ക്, മീൻ, കോഴി, പിന്നെ ഇവിടുത്തെ ചപ്പ് ചവറുകൾ കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു. ആള് പറഞ്ഞു അതിൽ കുറച്ച് മണ്ണിര കൊണ്ടുവരാൻ പറഞ്ഞു. മണ്ണിര ഇടാണ്ട് തന്നെ നമ്മുടെ നല്ല അല്ല, മണ്ണിര കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായി വളമായിട്ട് മാറുന്നു കൂടുതൽ. മണ്ണിര കമ്പോസ്റ്റ്. പിന്നെ അപ്പോൾ ആൾ ചോദിച്ചു എന്നോട് എത്ര നാളായി അവിടെ അടുക്കള തോട്ടം കൃഷി ചെയ്ത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 40 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതമായി. എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത്രയും മതി വിളക്കുന്ന എന്നിട്ട് സാറേ നല്ല എരിവുണ്ടാവും. പക്ഷെ എൻ്റെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ നിന്ന് പൊട്ടിച്ചു കൊണ്ടുപോയിക്കോ. അവിടെ ചമ്മന്തി അച്ഛന് നിർബന്ധമാണ്. എന്തോരം കൂട്ടാനുണ്ടെങ്കിൽ അമ്മയുടെ ഒരു ചമ്മന്തി ഉണ്ടാവണം അച്ഛന്. അപ്പം അത് കാരണം അവർക്ക് എത്രയ്ക്ക് മിളക് കിട്ടിയാലും മതിയാവില്ല. അച്ഛന് വേറെ ഒരു സാധനം പറമ്പിൽ നിൽക്കുന്നത് കണ്ടുകൂടാ, ഒക്കെ അച്ഛൻ വെട്ടിക്കളയും. പക്ഷെ അച്ഛൻ ഇത് മാത്രം എത്രയ്ക്ക് വയ്യെങ്കിലും എണീറ്റ് നനയ്ക്കും. എല്ലാ ദിവസവും നനച്ച് അച്ഛൻ ഇങ്ങനെ നോക്കി ഉണ്ടാക്കും ഈ സാധനം, ഈ ചൂനിയ മുളക്, അതായത് കാന്താരി മുളക്. തുറക്കണം കേട്ടോ, തിളച്ചുടങ്ങി. അപ്പോൾ നാളികേരം ഞാൻ അടുക്കളയിൽ പോയിട്ട് മിക്സിയിൽ അരച്ചിട്ട് വരാം. ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മീമ അരയ്ക്കാൻ വെച്ചിട്ടായിരുന്നു. പക്ഷേ അതേ കറക്റ്റ് ആ സമയത്തേക്ക് അമ്മീമ വെയിൽ. അപ്പോൾ സൂര്യഭഗവാൻ ഇഷ്ടമല്ല ഞാൻ അമ്മീമ അരയ്ക്കണത്, അതുകൊണ്ട് ആ സമയത്തേക്ക് അവിടെ വെയിൽ. ആ അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ചിട്ട് വരാം കേട്ടാ. എന്തായാലും ഭാഗ്യം സരി തരാം. അയ്യോ, അമ്മീടെ അവിടെ വെയിൽ വന്ന കാരണം ലോട്ടറി അടിച്ചു. അപ്പോൾ അതേ മിക്സിയിൽ അതൊന്ന് ചതച്ച് കൊണ്ടുവന്നു കേട്ടാ. കണ്ട നല്ല പാകയില്ലേ? മത്തങ്ങയൊക്കെ വെന്തില്ലേ? മത്തങ്ങ വെന്തുണ്ടാവും. എന്നിട്ടില്ലേ? ആ വെന്തുണ്ട്. സ്വല്പം എടുത്തിട്ട് നോക്കാം. നല്ല രസമുണ്ട് കാണാട്ടാ. എന്തുട്ടാ സാധനം. അപ്പോൾ ഇതാ നമ്മൾ നാളികേരം അരപ്പ് ചേർക്കാണ് കേട്ടാ. നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് നമ്മളിത് ചതച്ചെടുത്തേട്ടാ. സൂപ്പർ സാധനം. തോന്നുന്നു ചിലപ്പോ ഒരൊറ്റ വിസിലടുപ്പിച്ചെങ്കിൽ ഇത്തിരി കൂടി ഒരു എലിശ്ശേരി എന്ന് പറയുമ്പോ കുഴയണമല്ലോ. ഈ അരപ്പ് ചേർക്കണതിന്റെ ഒപ്പം തന്നെയാണ് നമ്മള് വേപ്പില ചേർക്കണ്ടേ കേട്ടാ. അങ്ങനെല്ലാം നല്ല യോജിച്ച് സെറ്റായിരിക്കുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ജയന്തേച്ചി അന്ന് കൊണ്ടുവന്ന അതിനേക്കാളും ടേസ്റ്റ്. അതെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കൊള്ളിയും മത്തങ്ങയ്ക്ക് ആയതുകൊണ്ടായിരിക്കും. കാന്താരി മുളകാണ് ചേർത്തോണ്ട്. അതെ, അതൊരു വ്യത്യാസമാണ്. ഇറക്കണോ കാച്ചണോ? പിന്നെ കാച്ചട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കണോ? വെളിച്ചെണ്ണ ചൂടാറാവായിരുന്നു. ചൂടായി തുടങ്ങി. മറ്റേ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, അങ്ങനെ പറയണ പോലെ. പറ്റൽമുളക്, വേപ്പില, ആയി പരിസരം വെക്കണം. അതിൻ്റെ മോൾ വശം തൊടില്ല. ഞാൻ അങ്ങനെ നെക്കാണ്ട് അതിങ്ങനെ ഇങ്ങനെ വെക്കും. കുറച്ച് നേരം ഇരിക്കട്ടെ, 1 മിനിറ്റ് നേരം. എനിക്ക് അപ്പം തന്നെ കുത്തികളൊക്കെ ഇഷ്ടമല്ല, അതങ്ങനെ ഇരിക്കണം കുറച്ച് സമയം. ശരിക്ക് ആ ചക്കരി ശരി മണല്ലേ സരിത? ഇനി മിഥുനുള്ളതാക്കണം കേട്ടോ. നമ്മൾ മിഥുൻ പച്ചക്കറി കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല. അവൻ നമ്മൾ ഷൂട്ട് ചെയ്യാനിട്ട് ഇന്ന് വിളിച്ചപ്പോൾ വളരെ പ്രതീക്ഷയില വന്നേ. നമ്മുടെ വീഡിയോകളൊക്കെ ചിക്കനും മട്ടനും ഫിഷൊക്കെ ആണല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞു ഇന്ന് മത്തങ്ങയാടാന്ന് പറഞ്ഞോടുകൂടി അവൻ അവൻ്റെ മനസ്സ് തകർന്നു.
ഒരുവിധം ചൂടാറിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കുകയാണ്. മിഥുനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. മിഥുൻ എന്നാണ് എൻ്റെ പേര്. ചൂടുണ്ട് സരിത. ചൂടുണ്ടല്ലേ. കൊള്ളിക്ക് ഇത്തിരി ഇതുണ്ട് കേട്ടോ, കരകരപ്പുണ്ട് നേരിയതിൽ. അതിൻ്റെ ഒരു കുഴപ്പം മാറ്റി നുറത്ത് അരച്ച് കഴിഞ്ഞാൽ, മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഉള്ളി അടിപൊളി. ഈ കൂട്ടാൻ എന്തെങ്കിലും നിങ്ങൾ വെച്ച് നോക്കിക്കോട്ടാ. ഞാനതല്ല വിചാരിക്കണേ. പറയേ. അല്ല, കൊള്ളി ഒരു കഷ്ണത്തിൽ തന്നെയല്ല നമ്മൾ എടുത്താണല്ലേ, പിന്നെന്താണ്? പല ഉള്ളികൾക്ക് പല, അല്ല ഒരു ഉള്ളിക്ക് തന്നെ പല പല സ്ഥലത്ത് വേവിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അതെ, വെള്ളം വന്നില്ലേ, പിന്നെ പറക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, കൊള്ളി പറക്കേണ്ട സമയം കഴിഞ്ഞിട്ട് കുറേ നാളായി. പിന്നെ ഇടയ്ക്ക് അടുപ്പിച്ച് കുറച്ച് മഴ വന്നപ്പോൾ പറമ്പിലൊക്കെ വെള്ളം കിട്ടി നിന്നപ്പോൾ കൊള്ളി കുറച്ച് ദിവസമെങ്കിലും ഇത്തിരി വെള്ളത്തിലായി ഉണ്ടാവും. അതൊക്കെ കാരണം കൊണ്ടാണ്. അല്ല ചേട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളിയുടെ ടേസ്റ്റ് പോയി തുടങ്ങി, വേഗം പറിച്ച് കൂട്ടാൻ വെച്ച് തുടങ്ങിയോന്ന് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തോരം കൂട്ടാൻ വയ്ക്കാൻ പറ്റും. അയ്യോ എന്തേ തിന്നുമ്പോൾ മൈക്ക് ഓഫ് ഇങ്ങനെ ഊരി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോട്ടെ. അത് ഞങ്ങൾ എന്താ പറയുക, ഫുൾ ഗ്യാരണ്ടിയാണ് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. അല്ല അന്നോട് മത്തങ്ങ പൊട്ടിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇതാന്ന് വിചാരിച്ചില്ല. മത്തങ്ങ കൊണ്ട് എന്തിട്ടുണ്ടാക്കാനാന്ന് ഞാൻ വരുന്നത്. ഇത് കൊള്ളാം, രസല്ലേ? അപ്പം നമ്മുടെ ക്യാമറാമാനോനും ഇത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എപ്പോഴും കമൻറ്റ് വരും, ക്യാമറാമാന് നിങ്ങൾ കൊടുക്കണില്ലേ, ക്യാമറാമാൻ കഴിക്കണത് കാണിക്കുന്നു. പക്ഷെ അവന് ക്യാമറയിൽ അവരെന്തിത വരില്ല. അപ്പം അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവനെ നമ്മൾ കാണിച്ചു, ഒരു പ്രശ്നമില്ല ഇവന് വരാൻ. അതാണ് കേട്ടോ, അവന് നമ്മൾ കൊടുക്കാണ്ടല്ല, അവർ കഴിക്കും, അവർക്കുള്ള മാറ്റി വയ്ക്കും നമ്മൾ. വേറെ അതെ കഴിക്കണ്ടെങ്കിൽ അത് കഴിക്കുന്ന മുന്നേ നമ്മുടെ ഇടയിലെ പാചകത്തിൻ്റെ ഇടയിലും ചോദിക്കുന്നു, ഇത് വെച്ചിട്ട് കഴിക്കൂ. അപ്പോൾ കഴിക്കേണ്ട വെച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ മാറ്റി വയ്ക്കും, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കില്ല. ഇത്തിരിയൊക്കെ ഉള്ളെങ്കിൽ അങ്ങനെ